ഹായ്, ഇന്ന് കൊറിയൻ മാംഗോ പാൻ കേക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണ് അല്ലേ. ഇപ്പം നമ്മൾ മാങ്ങ വെച്ചിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കുക. കാരണം ഇപ്പം മാങ്ങ ഒരുപാട് കിട്ടുന്ന ടൈമാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് കൊറിയൻ മാംഗോ പാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. പാൻ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഷുഗർ, പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് വാനില എസൻസ്, 1 കപ്പ് മൈദ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പാൻ കേക്ക് യെല്ലോ കളറിലാണ് ഉണ്ടാവുക, അതുകൊണ്ട് യെല്ലോ ഫുഡ് കളറ് ചേർക്കുക. ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിത് നല്ല പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. തിക്കായി പോകാൻ പാടില്ല. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ. എല്ലാവർക്കും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ അറിയുണ്ടാവും, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. ആദ്യം സ്ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ അത് സ്പീഡ് കൂട്ടി കൊണ്ടുവരാം. എന്നിട്ട് നല്ല പോലെ സ്റ്റിഫാക്കി എടുക്കുക. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അത് അവിടെ ഇരുന്നിട്ട് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നാര് അധികം ഇല്ലാത്ത മാങ്ങ എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നാര് അധികം ഇല്ലാത്ത മാങ്ങയാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ പാൻ കേക്ക് സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ റോള് പോലെയാണ് ആക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലോട്ടേക്ക് നമ്മുടെ ബാറ്റർ കോരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ പാൻ കേക്കും ഇതുപോലെ ചുട്ടെടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ടേക്ക് ഈ പാൻ കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം, അത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാൻ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് നമുക്കൊരു ബോക്സിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇത് പിന്നെ പാലും മൈദയും ഒക്കെ ചേർത്തിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മടക്കിയെടുക്കാനും ഒട്ടിച്ചെടുക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തേത് ഞാനിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേ മെത്തേഡിൽ തന്നെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ മാങ്ങ ഒക്കെ നമുക്കിപ്പോൾ ധാരാളം കിട്ടുന്ന സമയമല്ലേ, അപ്പം എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത്രയും ടേസ്റ്റാണ്. ഇത് യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെയുള്ള ക്രീമൊന്നും രാവിലെ കഴിച്ചിട്ട് ഒരു ശീലം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് ഏത് സമയം വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാ പാൻ കേക്കും ഞാനിതുപോലെ ക്രീം തേച്ച് മാങ്ങ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം ഫ്രീസറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. ഒരു 10 മിനിറ്റോളം വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഒരു 6 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകംവശം ഉണ്ടാവുക. നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.